പ്രിയമുള്ളവരെ, പശ്ചിമേഷ്യയിലെ സംഭവവികാസങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് ഖത്തറും ഈജിപ്തും കൊണ്ടുവന്ന വെടിനിർത്തൽ കരാർ ഹമാസ് നിരുപാധികമായി അംഗീകരിക്കുന്നു എന്ന വാർത്തയാണ്. 60 ദിവസത്തെ വെടിനിർത്തൽ കരാറിന് ഹമാസ് അംഗീകാരം നൽകുന്നു. ബന്ദികളുടെ പൂർണ്ണമോചനം, ഉപാധികളൊന്നുമില്ലാതെ തന്നെ ബന്ദികളുടെ പൂർണ്ണ മോചനത്തിന് ഹമാസ് സമ്മതിക്കുന്നു എന്ന വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. പക്ഷേ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ചും മാധ്യമ വിശകലനങ്ങളൊക്കെ വരുന്നത് ഇസ്രായേലി മന്ത്രിസഭയിലെ തീവ്ര സയനിസ്റ്റ് വലതുപക്ഷ മന്ത്രിമാരായ ഇറ്റാമിർ ബെൻഗീറും മോൺട്രിച്ചും ഈ നിർദ്ദേശത്തെ അനുകൂലിക്കുന്നില്ല എന്ന രീതിയിലാണ്. അതായത് ഈ വെടിനിർത്തൽ കരാറിനെ അവർ അംഗീകരിക്കുന്നില്ല. പ്രത്യേകിച്ചും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടിയെ പാർലമെന്റിൽ പിന്തുണയ്ക്കുന്ന രണ്ടു സയനിസ്റ്റ് മന്ത്രിമാരാണ് ഇറ്റാമിർ ബെൻഗീറും മോൺട്രിച്ചും. അവരുടെ പാർട്ടിയുടെ പിന്തുണയോടുകൂടിയാണ് ലിക്വിഡ് പാർട്ടി, ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പാർട്ടി ആവശ്യമായ ഭൂരിപക്ഷം പാർലമെന്റിൽ തികയ്ക്കുന്നത്. ഇവർ വിട്ടുനിൽക്കുന്നത് ഈ വെടിനിർത്തൽ കരാർ ഇസ്രായേലിനെ അംഗീകരിക്കുന്ന തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നു എന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടെ തന്നെ ചർച്ച ചെയ്യുകയാണ്. പ്രത്യേകിച്ചും നേരത്തെയും ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷമാണ് ബന്ദികളെ മോചിപ്പിച്ചത്. ഒരിക്കൽ കൂടി അങ്ങനെ വരുന്നത് ഇസ്രായേലിന്റെ കേൾവി കേട്ട സൈനിക സന്നാഹങ്ങൾക്കും ഒസാദ് പോലെയുള്ള ചാര ശൃംഖലകൾക്കും കുറച്ചിലാകും എന്ന വിലയിരുത്തൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന വിശകലനങ്ങൾ വരുന്നുണ്ട്. മറ്റൊന്ന്, ഗസ സിറ്റി പിടിച്ചെടുക്കുവാനുള്ള പൂർണ്ണമായ സൈനിക സന്നാഹങ്ങളുമായിട്ട് ഇസ്രായേലി സൈന്യം മുന്നോട്ട് പോവുകയാണ്. ഇതാണ് അതിന് പറ്റിയ അവസരം എന്ന രീതിയിൽ ഇസ്രായേലിലെ തീവ്ര സയനിസ്റ്റ് വലതുപക്ഷ പ്രസ്ഥാനങ്ങളൊക്കെ ചിന്തിക്കുന്നു. അതുകൊണ്ട് തന്നെ അവസരം മുതലാക്കാനാണ് അവരുടെ തീരുമാനം എന്ന രീതിയിലുള്ള നിഗമനങ്ങൾ വരികയാണ്. ഒരുപക്ഷെ ഇസ്രായേൽ വെടിനിർത്തൽ കരാറുമായി മുന്നോട്ട് പോയേക്കാമോ എന്ന രീതിയിലുള്ള വലിയ ചർച്ചകൾ മാധ്യമങ്ങളിൽ നിറയുകയാണ്. മറ്റൊന്ന്, ദക്ഷിണ സുഡാൻ വിദേശകാര്യമന്ത്രിയുടെ ഇസ്രായേൽ സന്ദർശനം വലിയ ചർച്ചയാകുന്നു എന്ന വാർത്തകൾ മാധ്യമങ്ങൾ നിറയുകയാണ്. കാരണം ഗസ നിവാസികളെ ദക്ഷിണ സുഡാനിലേക്ക് മാറ്റിപ്പാർപ്പിക്കുവാനുള്ള ചില നിർദ്ദേശങ്ങൾ ഉണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ദക്ഷിണ സുഡാൻ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ സന്ദർശിച്ചത് എന്ന ചില നിഗമനങ്ങൾ വരികയാണ്. പക്ഷേ ദക്ഷിണ സുഡാനിലെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ അതിനെ എതിർക്കുന്നുണ്ട്. അവർ പറയുന്നത് ഗസ നിവാസികൾ അറബികളാണ്, ഒപ്പം മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള അംഗങ്ങളുമാണ്. ദക്ഷിണ സുഡാൻ കറുത്ത വർഗ്ഗക്കാരായ ക്രൈസ്തവർ താമസിക്കുന്ന സ്ഥലമാണ്. ഇവിടേക്ക് വേറൊരു ജനറ്റിക്കിലുള്ള വിഭാഗം വരുന്നത് അവിടെ സംഘർഷങ്ങൾക്ക് സാധ്യതയുണ്ടാകും എന്ന രീതിയിൽ അവരുടെ പ്രതികരണം ഉണ്ടാകുന്നു എന്ന വലിയ വാർത്തകളും മാധ്യമങ്ങൾ നിറഞ്ഞേൽക്കുകയാണ്. മറ്റൊന്ന്, ഇസ്രായേലിന്റെ ആക്രമണം സനാ നഗരത്തിൽ ഉണ്ടായതാണ്. സനാ നഗരത്തിലെ അസീസ് പവർ പ്ലാന്റ്, യമനിലെ സനാ നഗരത്തിലെ അസീസ് പവർ പ്ലാന്റിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തി. അത് നാവിക ആക്രമണമായിരുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. നിരന്തരം ഹൂതികൾ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിന് തിരിച്ചടിയായിട്ടാണ് ഇസ്രായേൽ ഈ ആക്രമണം നടത്തിയെന്ന വാർത്താ മാധ്യമങ്ങൾ നിറയുകയാണ്. പ്രത്യേകിച്ചും ചെങ്കടൽ വഴി വരുന്ന ഇസ്രായേലിലേക്ക് വരുന്ന കപ്പലുകളെ ഹൂതികൾ ഉപരോധിക്കുന്നുണ്ട്. മിക്കപ്പോഴും ആ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നുണ്ട്. ഹൂതികളുടെ നിരന്തരമായ ആക്രമണം കൊണ്ട് ഏലാത്ത് തുറമുഖം അടച്ചിട്ടിരിക്കുകയാണ്. ബെൻഗുറിയൻ എയർപോർട്ടും മിക്കപ്പോഴും അടച്ചിടുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ചെങ്കടൽ വഴി വരുന്ന ഈ കപ്പലുകൾ നിരന്തരം ആക്രമിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ ഇസ്രായേലിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾക്കൊക്കെ വലിയ തിരിച്ചടിയാണ്. മിക്കപ്പോഴും അസംസ്കൃത സാധനങ്ങളും ഭക്ഷണ സാധനങ്ങളും ഒക്കെ ഇസ്രായേലിലേക്ക് എത്തിക്കുവാൻ ഇസ്രായേൽ വേറെ മാർഗങ്ങൾ തേടേണ്ടി വരുന്നു. അത് ഇസ്രായേലിൽ ചിലവ് വർദ്ധിപ്പിക്കുന്നു, ഫാക്ടറികളുടെ പ്രവർത്തനത്തെ ഒക്കെ സാരമായി ബാധിക്കുന്നു, വില 1-2 ഇരട്ടിയായി വർദ്ധിക്കുന്നു എന്ന നിഗമനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇപ്പോൾ തിരിച്ചടി എന്ന രീതിയിൽ സനയിലെ അസീസി പവർ പ്ലാന്റ് ആക്രമിച്ചു എന്ന വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാണ്. ഒപ്പം തന്നെ ഇസ്രായേൽ തങ്ങളുടെ നഗരങ്ങൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കാരണം യമന്റെ ഭാഗത്ത് നിന്ന്, ഹൂതികളുടെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടാകും എന്ന രീതിയിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ വലിയ സുരക്ഷാ സന്നാഹങ്ങൾ തങ്ങളുടെ നഗരങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. ഒരുപക്ഷെ ഈ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത വെടിനിർത്തൽ കരാർ അത് നിലവിൽ വരികയാണെങ്കിൽ ഒരുപക്ഷെ ഹൂതികളുടെ ആക്രമണം ഉണ്ടാകുവാൻ സാധ്യതയില്ല. കാരണം ഗസയിലേക്ക് ആക്രമണം ഇസ്രായേൽ നടത്തുന്നതുകൊണ്ടാണ് ഹൂതികൾ ഇസ്രായേലിനെ ലക്ഷ്യമാക്കുന്നത്. വെടിനിർത്തൽ കരാർ നിലവിൽ വരികയാണെങ്കിൽ അത് ആ മേഖലയിൽ സ്വാഭാവികമായും സമാധാനം കൊണ്ടുവരും എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത്. മറ്റൊന്ന്, ഇറാൻ ഇസ്രായേൽ സംഘർഷം അത് ശാശ്വതമായി നിന്നിട്ടില്ല എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഇറാനാണോ ഇസ്രായേലാണോ ആദ്യം ഇനിയൊരു തുടരാക്രമണം തുടരുക എന്ന രീതിയിലുള്ള ചർച്ചകൾ പുറത്തു വരികയാണ്. കഴിഞ്ഞ ദിവസം ഇയാൻ ഷമീർ ഇസ്രായേലി സൈനിക മേധാവി അത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയിരുന്നു. ഒപ്പം ഇറാന്റെ സൈനിക തലവന്മാരുമൊക്കെ അത്തരം പ്രസ്താവനകളാണ് നടത്തുന്നത്. ഇനി ഒരു ആക്രമണം അത് ഇറാന്റെ ഭാഗത്തു നിന്നാണോ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നാണോ ആദ്യം ഉണ്ടാകേണ്ടത് എന്ന രീതിയിലുള്ള ചർച്ചകൾ അന്തർദേശീയ തലത്തിലൊക്കെ വലിയ രീതിയിൽ രൂപപ്പെടുന്ന ഒരു സമയം കൂടിയാണിത്. മറ്റൊന്ന്, ഇറാനിലെ
ജലക്ഷാമമാണ്. ഇറാനിലെ ജലക്ഷാമം അത് തീവ്രമായി തന്നെ തുടരുന്നു എന്ന വാർത്തകൾ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഡാമുകളിൽ വളരെ അധികം ജലലഭ്യത കുറഞ്ഞിട്ടുണ്ട് എന്ന വാർത്തയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഒപ്പം കടൽ വെള്ളം ശുദ്ധീകരിച്ച് അത് ശുദ്ധജലമായി വിതരണം ചെയ്യാനുള്ള സമ്പ്രദായങ്ങളുമായിട്ട് ഇറാൻ മുന്നോട്ട് പോകുന്നു എന്ന വാർത്തയും മാധ്യമങ്ങൾ പറയുകയാണ്. ഇറാനെ സംബന്ധിച്ച് ജലക്ഷാമം വലിയ പ്രശ്നമാണ് ഉണ്ടാക്കുന്നത് എന്ന രീതിയിലുള്ള വാർത്തകൾ മാധ്യമങ്ങൾ പറയുകയാണ്. പശ്ചിമേഷ്യ സംബന്ധിച്ച് വാർത്തകൾ നമ്മൾ അവലോകനം ചെയ്യുകയാണെങ്കിൽ വെടിനിർത്തൽ കരാർ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ആ കരാർ ഹമാസ് അംഗീകരിക്കുമ്പോൾ തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് സ്ഥിരീകരണം, അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന വലിയ വാർത്ത മാധ്യമങ്ങൾ സംരക്ഷണം ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് തുടർ വാർത്തകൾക്കായി കാത്തിരിക്കാം. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങുന്നു. മറ്റു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.